ആക്ച്വലി ഉമ്മരെ കുളിക്കാൻ നല്ല ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാനായിട്ട്. ഇത് കണ്ടില്ലേ, ഇത് ആക്ച്വലി ഒരു UV ലൈറ്റ് ആണ്. അതാവുമ്പോഴത്തേക്കും കുളിപ്പിച്ചതുകൊണ്ട് ഇത് ഞാൻ ഇപ്പോൾ വെച്ചതാണ്. ഈ ആക്സസറി Nlineന്റെ റെയിൻ വൈസർ. അതുമല്ല ഇതിനകത്തുള്ള പുതിയൊരു ദിവസം, പുതിയൊരു വീഡിയോ. അപ്പോൾ ഇപ്പോൾ സമയം 5 മണിയായി. അഞ്ച് മണിയായി. അപ്പോൾ രാവിലെ 4:30 എണീറ്റായിരുന്നു. ഫസ്റ്റ് പ്രൊസീജിയറാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. പിന്നെ ഓഫീസിലേക്ക് പോകണം ഇന്ന്. അപ്പോൾ ഓഫീസിലേക്കായിട്ട് കുറച്ച് ടിഫിൻ ബോക്സിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ രാവിലെ എണീറ്റു. അപ്പോൾ ഈ പ്രൊസീജിയറിലേക്ക് നടക്കുകയാണ്. എല്ലാവർക്കും അവർ ഡെയിലി ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം ഏകദേശം 5:40 അടിപൊളി ക്ലൈമറ്റ് ആണ് ബാംഗ്ലൂരിൽ. ഇന്ന് നല്ല മഴക്കോളാണ്. അതുമല്ല ഇന്ന് എനിക്കൊരു ബിസി ഡേ ആണ്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇത് ഇങ്ങോട്ട് പോകുന്ന അഡ്രസ്സാ പറയണേ. ഓക്കെ, ഇന്ന് വണ്ടി സർവീസിന് കൊടുക്കണം. ആൻഡ് നാളെ ഒരു കിടിലൻ ട്രിപ്പിന് പോകുന്നുണ്ട്, റോഡ് ട്രിപ്പിന്. അപ്പോൾ ആ വിശേഷങ്ങൾ നാളത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ജീവിതത്തിൽ ഇന്ന് എന്ത് സംഭവിക്കുന്നു, എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആദ്യത്തെ പ്രൊസീജിയറാണ് ഷെല്ലിൽ നിന്ന് പെട്രോൾ അടിക്കുക എന്നുള്ളത്. ഞാനപ്പോൾ എപ്പോഴും ഷെല്ലിൽ നിന്നാണ് പെട്രോൾ അടിക്കാറ്. ഷെല്ലിൽ നിന്ന് V-Power ആണ് ഞാൻ ഇതുവരെ അടിച്ചില്ല. ഞാൻ എല്ലാ വണ്ടിയിലും V-Power ആണ് അടിക്കാറ്. അതാവുമ്പോൾ മൈലേജും കൂടുതൽ കിട്ടും, വണ്ടിയിലെ പെർഫോമൻസ് നല്ലതായിരിക്കും. അപ്പോൾ ആദ്യത്തെ ജോലി കഴിഞ്ഞു, ഷെല്ലിൽ നിന്ന് പെട്രോൾ അടിച്ചു. ഇപ്പോൾ പെട്രോൾ ഹാഫ് ടാങ്കിന് താഴെയാണ്. ഇന്ന് സർവീസിന് കൊടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് ഫുൾ ടാങ്ക് അടിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ബാംഗ്ലൂരിലെ ഫേമസ് ജയപ്രകാശ് നഗർ. അപ്പോൾ ഞാൻ ഓഫീസിൽ പോണ വഴിക്കാണ്. ഇത് അവിടെ തന്നെയാണ് മെട്രോ സ്റ്റേഷൻ, ജയപ്രകാശ് നഗർ. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ബാംഗ്ലൂരിലെ JP നഗർ. അതാണിത്. അപ്പം ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഗൈസ്. ഇന്ന് ഹാഫ് ഡേ ആയിരുന്നു. അപ്പോൾ അടുത്ത പ്രൊസീജിയറാണ് വണ്ടി സർവീസിന് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നാളെ ട്രിപ്പിന് പോകണം. ട്രിപ്പിന് വേണ്ട വിശേഷങ്ങൾ നാളത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ സർവീസിന് കൊടുക്കാൻ പോകുന്നത് ഞാൻ ഡെലിവറി എടുത്ത സ്ഥലത്ത് തന്നെയാണ്. ഹുണ്ടായി ഷോറൂമിൻ്റെ പേരാണ് പവൻ ഹുണ്ടായി. അപ്പോൾ അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ വണ്ടി സർവീസിന് കൊടുത്തു. ഫസ്റ്റ് സർവീസാണ്. 1200 കിലോമീറ്റേഴ്സ് ആയില്ല, പക്ഷെ ഞാൻ 1150 തന്നെ കൊടുത്തു. നാളെ ദൂരെ പോകേണ്ടതല്ലേ, അതുകൊണ്ട്. വണ്ടി ഫസ്റ്റ് സർവീസിന് കൊടുത്തതിന് ശേഷം ഞാൻ വീട്ടിൽ വന്ന് സുഖമായിട്ട് ഉറങ്ങി. രാവിലെ 4 മണിക്ക് എണീക്കുന്നല്ലേ, അപ്പോഴത്തേക്കും വന്ന് ബെഡ് കണ്ടു കഴിഞ്ഞാൽ ഒരു കറക്കാണ് വീഴാനായിട്ട്. ഇപ്പം സമയം ഏകദേശം 4 മണിയായി. എനിക്ക് ഷോറൂമിൽ നിന്ന് വെളി വന്നു, വണ്ടി റെഡിയായിരുന്നു. അപ്പം നമുക്ക് വണ്ടി എടുക്കാൻ പോവാം. ഫസ്റ്റ് സർവീസിന് കൊടുത്തിരിക്കുകയായിരുന്നു. ആക്ച്വലി സർവീസിന് ഇതുപോലെ കൊടുത്തു കഴിയുമ്പോൾ വല്ലാത്തൊരു ടെൻഷനാണ്. എൻ്റെ കയ്യിൽ 4 വണ്ടിയുണ്ട്. ഞാൻ ജോലി കിട്ടിയതിന് ശേഷം 4 വണ്ടികൾ വാങ്ങിച്ചു. അതായത് ഒരു സ്കൂട്ടർ, 2 ബൈക്ക്, പിന്നെ കാറും. അപ്പോൾ എപ്പോഴും ഞാൻ എൻഷുർ ചെയ്യും ഇതുപോലെ സർവീസിന് കൊടുക്കുകയാണെങ്കിൽ രാവിലെ കൊടുത്തിട്ട് വൈകുന്നേരം തന്നെ കിട്ടാനായിട്ട്. ഷോറൂമിൽ അല്ല, സർവീസ് സെൻറ്ററിൽ വണ്ടി ഇട്ടേക്കുക ഒരു ദിവസത്തേക്ക് എന്ന് പറയുമ്പോൾ തന്നെ വല്ലാത്തൊരു ടെൻഷനാണ്. അപ്പോൾ ഇപ്പോൾ കാർ റെഡിയായി, നമുക്ക് പോയി കാർ എടുക്കാൻ പോകാം. എങ്ങനെ നോക്കണ്ടേ എല്ലാം അതിൻ്റെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് എങ്ങനെയായിരിക്കും. അങ്ങനെ സർവീസ് കഴിഞ്ഞ് വണ്ടി വീട്ടിലെത്തി. ആക്ച്വലി വാട്ടർ വാഷ് ചെയ്തില്ല ഇന്ന്. ഈ പ്രാവശ്യം ഡ്രൈ വാഷ് എന്നാ പറഞ്ഞ, അഴുക്കൊന്നും പോയിട്ടില്ല, അതേ കണ്ടില്ലേ. എന്തായാലും ഇത് ഞാൻ ഇപ്പോൾ വെച്ചതാണ്. ഈ ആക്സസറി Nlineന്റെ റെയിൻ വൈസർ. അതുമല്ല ഇതിനകത്തുള്ള സൺഷെയ്ഡും വെച്ചു. ഇത് കണ്ടു കഴിഞ്ഞാൽ വണ്ടി ഒന്നുകൂടെ കഴുകണമെന്ന് തോന്നുന്നു. എന്തുകൊണ്ട് സർവീസ് അല്ലേ, ഫസ്റ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ ഒട്ടും അഴുക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ എന്തായാലും വണ്ടിയുടെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. അപ്പോൾ വണ്ടി റെഡിയായി നാളത്തെ ട്രിപ്പിലേക്ക്. നാളെ ട്രിപ്പ് പോവല്ലേ, അതോട് 2 പേരെ ഇന്ന് രാത്രി അപ്പോൾ കുളിപ്പിച്ചു. ഇത് ആക്ച്വലി ഒരു UV ലൈറ്റാണ്. അതാവുമ്പോഴത്തേക്കും കുളിപ്പിച്ചതുകൊണ്ട് 2 പേരും തണുത്തിരിപ്പാണ്. അപ്പോൾ UV ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആ ചൂട് കിട്ടും. അപ്പം ബോഡി എളുപ്പം ഡ്രൈ ആവും. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് കാണാം. ഇതാണ് പ്രശ്നം. എവിടെയെങ്കിലും പോകാൻ നേരത്ത് ഇവന്മാർ 2 പേരും ഇതേപോലെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകണം 2 ദിവസത്തേക്ക്. വന്ന് കയറുമ്പോൾ പിന്നെ വിളിയായിരിക്കും 2 ദിവസം. അപ്പോൾ 2 ദിവസത്തേക്ക് സീഡെല്ലാം ഇതിൻ്റെ അകത്ത് നിറച്ച് വെച്ചിട്ടാണ് ഞാൻ പോണത്. 2 ദിവസത്തിന് കൂടുതൽ പുറത്ത് പോവുകയാണെങ്കിൽ പിന്നെ പ്രശ്നമാവും. അപ്പോഴത്തേക്കും പിന്നെ എവിടെയെങ്കിലും ഡേ കെയറിൽ കൊടുക്കേണ്ടി വരും. അവർ നോക്കിക്കോളും. ഹലോ ഹലോ വിറക്കണുണ്ടോ തണുത്തിട്ട്? 2 പേരെ ഇപ്പം കുളിപ്പിച്ചതേ ഉള്ളൂ. ആക്ച്വലി ഉമ്മരെ കുളിക്കാൻ നല്ല ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാനായിട്ട്. ഇത് കണ്ടില്ലേ,
ഇന്നെനിക്ക് രാവിലെ സമയം കിട്ടിയില്ല, അതാണ് ഇപ്പോൾ രാത്രി കുളിപ്പിച്ച് ലൈറ്റ് വെച്ചിരിക്കുന്നത്. ഡാ ഹലോ 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 ഹലോ. അയ്യോ, തണുക്കണോണ്ട് ബോഡി താഴെ കണ്ടോ വിറയ്ക്കണത്. ഹലോ ടാറ്റാ, 2 ദിവസം കഴിഞ്ഞ് കാണാം. വീട്ടില് എന്നെ പോലെ പെറ്റ്സ് വെച്ചിരിക്കുന്നവർക്ക് അറിയായിരിക്കും, ഇതുപോലെ എവിടെയെങ്കിലും പോവാത്ത നേരത്ത് ഇവന്മാരെ റെഡിയായി കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് പോകാനായിട്ട്, ഇല്ലെങ്കിൽ ഇവന്മാർ പ്രശ്നമാക്കും. അപ്പോൾ ഞാൻ 2 ദിവസത്തേക്ക് പോകുന്നുള്ളൂ, അതുകൊണ്ട് പെറ്റ് കെയറിലൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. സീഡൊക്കെ ഞാൻ ഇവരെ കേജിനകത്തിന് വെച്ചിട്ട് പോകും, അപ്പോൾ ഇവർ കഴിച്ചോളും, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ 2 ദിവസത്തിൽ കൂടുതൽ ഞാൻ മാറി നിൽക്കുകയാണെങ്കിൽ പിന്നെ ഇവർക്ക് ഒരു ഡേ കെയർ ഉണ്ട്, അത് അടുത്ത് തന്നെയാണ്, വീട്ടിനടുത്ത് തന്നെയാണ്. അവിടെ ഒരു കേജിനകത്തായി കൊണ്ടുകൊടുത്താൽ മതി, ഫുഡെല്ലാം അവർ കൊടുത്തോളും. അപ്പോൾ നിങ്ങൾ ഈ കേജ് കണ്ടില്ലല്ലോ, ഇത് ആക്ച്വലി ഞാൻ ബാൽക്കണിയിൽ വെച്ചിരിക്കുന്ന കേജാണ്. താഴെ കൊക്കട്ടും ഉണ്ട്, ഇവിടെ ബജീസ് ഉണ്ട്, മുകളിൽ ഞാൻ ഫിഞ്ചസിന് വെച്ചിട്ടുണ്ട്. എല്ലാവരും കൂടെ ചേർന്ന് ഒരാളങ്ങനെ കൊന്നു. ആക്ച്വലി കൊന്നതല്ല, കുറച്ച് വയസ്സായിരുന്നു. അപ്പോൾ ആൾക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് അറ്റാക്ക് ചെയ്തു. അങ്ങനെ ഒടുവിൽ ഈ കോലത്തിലാക്കി. ആക്ച്വലി ഞങ്ങൾ ടാങ്ക് തുടങ്ങിയപ്പം പോലെ ഉണ്ടായിരുന്ന ഫിഷാണ്, വളരെ ചെറുതായിരുന്നു, നല്ല വലുതായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കും കുറച്ച് പ്രശ്നമാണ്. I'm about to fade away, cause every time I wake up I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden I don't look at anything the same way. Gotta build up of my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, okay.